ബാംഗ്ലൂർ. നമ്മള് ബാംഗ്ലൂർ വന്നിട്ടുള്ള അപ്പൊ ഇന്നത്തെ ബാംഗ്ലൂർ അടിച്ചു പൊളിക്കാൻ പോക്കാണ്. അപ്പൊ കൂടെ കുടിക്കോ രണ്ടാമത്തെ പ്ലേറ്റുമായി എന്താ വീഡിയോസ് അടിച്ചു പൊളിക്കല്ലേ? ഇന്നത്തെ ഉച്ചഭക്ഷണം ലാഭമായി അല്ലേ? മുബാരിസ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഡിഗി ദ വ്ലോഗ്. നമ്മൾ ഇന്ന് പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാന്ന്. അപ്പൊ നിങ്ങൾ നമ്മളെ കൂടെ കൂടിക്കോ. ഇതല്ല നിശ പറയാ പറ കമോൺ. എന്താ ഒന്നും പറയല്ല, മൗനവ്രതമാണോ എന്താണ്? നമ്മള് നാളെ ആവുമ്പത്തേക്ക് ബാംഗ്ലൂർ എത്തും. ക്ലിയറല്ലേ ഉണ്ടാവും. ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോ കാണണം. ഹൈദരാബാദ് വ്ലോഗ് കണ്ടിട്ടില്ല അല്ലേ? തെണ്ടി കണ്ടിട്ടൊന്നുമില്ല ഒന്നും. നാളെ ആവുമ്പോ നമ്മള് ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂർ ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്യല്ലേ? എല്ലാം പോകുന്നത് എല്ലാം മുബാരിസിന്റെ കുറെ പ്ലാനിങ്സ് ഉണ്ട്. എല്ലാം നടക്കട്ടെ. വെള്ളം വാങ്ങാനുള്ള പൈസ ഇല്ല. വെള്ളം വാങ്ങിച്ചാൽ എനിക്ക് വന്നൂടെ? എനിക്ക് വെള്ളം വാങ്ങിച്ചൂടാ. നമ്മളെ വീഡിയോ കണ്ടോണ്ടിരിക്കുക അല്ലേ? ആ വീഡിയോ അങ്ങനെ മോർണിംഗ് ആയി. ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ഇന്നെന്താ പരിപാടി? ബാംഗ്ലൂർ നമ്മളുടെ പോകും. ഇന്നത്തെ പരിപാടി നമ്മൾ ഫസ്റ്റ് നമ്മള് ബാംഗ്ലൂർ എത്തട്ടെ. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മളെ പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ആവണേ അല്ലേ? പൊളിക്കട്ടെ. യെസ്, ഇന്ന് പൊളിക്കാൻ മുംബൈന്ന് പൊളിക്കൂ. മുംബൈറിന്റെ ഓരോ കളികൾ വളരെ മനോഹരമായ കാഴ്ചയാണ് രാവിലെ തന്നെ. ഏർലി മോർണിംഗ് നല്ലൊരു ശുഭദിനം. രാവിലെ തന്നെ പൊട്ടും കുറ്റിയിലോട്ട്. I'm not talking like that, okay? Point out. Okay, bye bye. ഗായ്സ്, നമ്മളിപ്പോ ഏകദേശം നമ്മൾ ബാംഗ്ലൂർ എത്താറായി. അപ്പൊ നമ്മളെ കൂടെ ട്രെയിനിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കഴിഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി. അപ്പൊ കുറച്ച് ആൾക്കാരും കൂടി കയറി. അപ്പൊ നമ്മൾ ഫുൾ ഹാപ്പിയാണ്. യാത്രകളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ എന്ത് സ്ട്രീറ്റാണ്? ചർച്ച് സ്ട്രീറ്റിലോ? അവിടെയൊക്കെ പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. എടുത്തു, മറ്റോനെടുത്തു. വിളിക്ക് പോയാ ഓരെടുത്തു. ബാംഗ്ലൂർ. നമ്മള് ബാംഗ്ലൂർ വന്നിട്ടുള്ള അപ്പൊ ഇന്നത്തെ ബാംഗ്ലൂർ അടിച്ചു പൊളിക്കാൻ പോക്കാണ്. അപ്പൊ കൂടെ കുടിക്കോ. വരുന്നില്ലേ? വരട്ടെ. പോണ്ടേ, പുരക്കോണ്ടേ. വാ എന്നെടുത്ത് ഗൈസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വിച്ച് മീൻസ് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ മാത്രമല്ല, അതാ നമ്മളിവിടെ മുബാരിസും വിഘ്നേഷും ഉണ്ട്. അങ്ങനെ അപ്പോൾ രാവിലെ തന്നെയായി. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? മൂടാക്കണ്ടേ ബ്രേക്ക്ഫാസ്റ്റ്? എന്ത് കഴിക്കണ്ടേ? അപ്പോൾ നേരെ ഊബർ വിളിക്കൂ, ഒരു സ്ഥലത്തേക്ക് പോകും, റൂം എടുക്കും, റെസ്റ്റ് എടുക്കും, ഉറങ്ങും. അതന്നെ നമ്മളിപ്പോഴത്തെ പരിപാടി. രാത്രി ഫുൾ ചില്ലല്ലേ? ചില്ലിത്ത് ഇടല നമ്മൾ വിഘ്നേഷ് എടുക്ക് പോയി എടുക്ക്. ഇൻട്രോട്ടാ അല്ലേ വിഘ്നേഷ്? ഒരു ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല എനിക്ക്. പിന്നെ നീ എന്തിനാ വന്നിനി? അല്ലേ മുബാരിസേ? നീ എന്തിനാ? അല്ല, ഞാനന്ന് ഇപ്പൊ പറഞ്ഞ നിൽക്കല്ലോ. ഒരു ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല വിഘ്നേഷ്. ഓനൊക്കെ ഷോ ഉണ്ടാ? ഷോ കാണണോ? ഷോ ആണല്ലോ അവൻ്റെ. നീ മിണ്ടരുത്. അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിനി ഊബറിലേക്ക് കയറാൻ പോവാ. ഊബർ കയറി കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകണം.
അങ്ങനെ നമ്മൾ ഊബർ എത്തിയിട്ടുണ്ട്. ഊബറിൽ നമ്മുടെ ഡ്രൈവർ മലയാളിയാണ് guys. ഫൈസൽക്ക. കോഴിക്കോട്ടുകാരൻ, നമ്മുടെ സ്വന്തം നെയ്ബർ അല്ലേ, ഫൈസൽക്ക ഫ്രം കോഴിക്കോട്. കൽവിലെ തേനൊടുക്കേണ്ട കോഴിക്കോട് അല്ലേ. ഫൈസൽഖാന്റെ കൂടെയാണ് നമ്മൾ യാത്ര. കോഴിക്കോട് നമ്മളെ ഫൈസൽഖാന്റെ കൂടെയാണ് വണ്ടിയിൽ യാത്ര. അപ്പൊ നമ്മള് മടിവാളയിലേക്ക് പോകാണ് ഗൈസ്. അപ്പൊ മടിവാളയിൽ പോയിട്ട് റൂം എടുക്കണം, റെസ്റ്റ് എടുക്കണം, സെറ്റാ. ഗൈസ് മൊബൈൽസിലുള്ള ഷിഗിണ്ടി വന്നിട്ടുണ്ട്. കാണിക്കില്ല ഫോൺ കാണിക്കില്ല. അങ്ങനെയാണല്ലോ ഇവർക്ക്. പക്ഷെ എന്തോ ഇതില്ല ഇവര്. അപ്പൊ മോഹൻ നമ്മളെ എന്താ പരിപാടി എന്നാ എടാ പോന്ന് നമ്മള് ലിസ്റ്റ് തരുന്ന ആൾക്കാരിൽ പെട്ടെന്ന് അതിന് മുന്നേ എത്തി. സംഭവം അങ്ങനെ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാം ഫ്രഷ് അപ്പായി റെഡിയായി നല്ല ലുക്കിൽ സെറ്റപ്പിലായിട്ടുണ്ട്. മുടി ഭയങ്കര സ്മൂത്തായി പോയി. അപ്പോൾ സംഭവം എടാ മൂന്നാളുണ്ടല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടടാ, പണ്ടാരടങ്ങും. എടാ പറയടാ മുബാരിസ്, നമ്മളിപ്പോ അതെ നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നീ പറയണ്ട കേട്ടാ. പറയാൻ കഴിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം വായും പൂട്ടിട്ട്. ഓക്കെ, അല്ലെങ്കിൽ മിണ്ടിപ്പോരുത്, നീ മിണ്ടാ, നീ പറയടാ. ഇതൊക്കെ കഴിവുള്ളേക്കനാ. ചായ കുടിക്കണമെങ്കിൽ നല്ല ചായ കിട്ടും. അതുപോലെ തന്നെ ഇപ്പുറത്ത് വെജിറ്റേറിയൻ ഹോട്ടലാണ്. വെജിറ്റേറിയൻ ഹോട്ടലിൽ നല്ല നല്ല ദോശ, വെജിറ്റബിൾ ഹോട്ടലിലേക്ക് നമ്മളിപ്പോ പോകുമ്പോഴല്ലേ സംഭവം. യെസ് കമാൺ. ഊമ്പില്ലടാ നീ നാറിയില്ല എല്ലാവരും മുന്നില്. മോന്താണ്ട മോന്ത നോക്കിയ രാവിലെ തന്നെ. എടാ ഞാൻ ഇട്ടിന് നീ പേടിക്കണ്ട. നീ ഇട്ടിന് നീ എടുത്തി. കോഫിക്ക് പഞ്ചസാര ഇട്ടോടാ. ഷുഗർ എല്ലാം കുറവായിരിക്കും ഇവിടെല്ലാം, അങ്ങനെയാന്ന് കൊടുക്കുക. നമ്മളെ നാട്ടിലെ പോലെ ഷുഗർ ഇട്ടരൂല. കോഫി ശരിക്കും കുടിക്കുവാ. അതാ കണ്ടിട്ടുണ്ട സ്റ്റൈലുണ്ടാ. നെയ്ച്ചായി എനിക്കെങ്ങനാ സംഭവം സെറ്റല്ലേ. പിന്നെ ഓനെന്നാ ഇത്ര കുഴപ്പമില്ല അല്ലേ. ഒരു കോഫി കുടിക്കാൻ അറിയില്ലല്ലോ ഓന് മര്യാദയ്ക്ക് അല്ലേ. ഒരു കോഫി കുടിക്കാനുള്ള പാടോ. സംഭവം എന്താ വെച്ചാല് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് എന്താ പറയാ, ഇവിടെ ഒരുത്തന്നെ ബർത്ത്ഡേയാ. ഇവിടെ എല്ലാം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് എങ്ങനെയാ നാട്ടുകാരെ മൊത്തം അറിയിച്ച് പടക്കെല്ലാം പൊട്ടിച്ച് വലിയ ആഘോഷമാക്കി ഫുഡും കേക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. അതിന്റെ ഫുഡിന്റെ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നു. സംഭവം എങ്ങനെയുണ്ട്, പൊളിയല്ലേ. ഗൈസ് ഇത് കണ്ടോ സംഭവം. നമ്മൾ മെയിനായിട്ട് എന്താ പറയുക വീഡിയോ ഏതോ ഒരാളെ ബർത്ത്ഡേയാ, അതിൻ്റെ മെയിൻ എല്ലാവർക്കും ഫുഡ് കൊടുക്കുക ഇവർ. സംഭവം കൊള്ളാല്ലേ സംഭവം അല്ലേ. രണ്ടാമത്തെ റൗണ്ടുമായി മുബാരിസ് ഇതാ വന്നിരിക്കുന്നു ഗൈസ്. എവിടെ പോയാലും നാറി മലയാളി നീ തെളിയിച്ചടാ. രണ്ടാമത്തെ റൗണ്ട് എടുക്കുന്നടാ. എന്താ പറയല്ലേ, രണ്ടാമത്തെ പ്ലേറ്റ് മുക്കാൻ പോയി ആളെ. ആരുടെ പൈസ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ. ഫ്രീ എന്ത് കണ്ടാലും നമ്മൾ മലയാളീസ് എടുക്കും അല്ലേ. അങ്ങനെ നമ്മളെ സ്വഭാവം. അടിച്ചു കയറ്റ്. അടുത്ത റൗണ്ടിനായി വീണ്ടും ഇതാ വിഘ്നേഷ് എത്തിയിരിക്കുന്നു രണ്ടാമത്തെ പ്ലേറ്റുമായി. എന്താ വിഘ്നേഷ് അടിച്ചു പൊളിക്കല്ലേ. ഇന്നത്തെ ഉച്ചഭക്ഷണം ലാഭമായി അല്ലേ. ഇതാ ഈ കാണുന്ന സംഭവം മൊത്തം ഇത് കണ്ട ആൾക്കാർ മൊത്തം ഈ ചങ്ങായിന്റെ ബർത്ത്ഡേക്ക് എന്തോ സംഭവം വലിയ പരിപാടിയാണ് ഇത്. സംഭവം പറ അല്ലേ. ആരും ഏതോല്ലോ പിറന്നാളിന് നമ്മളിവിടെ വന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കഴിച്ച ഫോട്ടോ എടുത്ത് അല്ലേ. അടിപൊളി ഫുഡ് അല്ലേ. നമ്മൾ കണ്ട ആൾക്കാരുടെ ബർത്ത്ഡേക്ക് ഒന്ന് അടിച്ചു പൊളിക്കുന്നതല്ല ഗൈസ്.
ആയിട്ട് ഫുഡും ഫ്രീ ആയിട്ട് പരിപാടിയും കേക്കും എൻജോയ്മെന്റും. കമാൽ കമാൽ. ഇത് രംഗണ്ണ ഫിലിമില്ലേ അതുപോലത്തെ ഒരു കിട്ടില്ല സംഭവം അതല്ല പിന്നല്ല. ആ കണ്ടിരി പെമ്പിള്ളർ സൈനാക്കാനല്ലേ കള്ളപ്പന്നി രംഗണ്ണ സ്റ്റൈല് നട റോട്ടിൽ ചാവല്ല. എന്താല്ലേ ഇവിടുത്തെ ഓരോ ശൈലി സ്റ്റൈലെല്ലാം കണ്ട. ഇവിടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റിന്റെ ബർത്ത്ഡേ ഇങ്ങനെ നടു റോട്ടിൽ ആൾക്കാരെ വിളിച്ചിരുത്തി പാട്ട് ഒച്ചപ്പാട് പടക്കെല്ലാം പൊട്ടിച്ച് ഫുള്ള് ഫ്രീ ഫുഡ് വരെ കൊടുക്കുന്ന നാട്ടുകാർക്ക്. അത്രയും ക്വാണ്ടിറ്റി ഫുഡൊക്കെ കൊടുത്തിട്ടാണ് സംഭവം പരിപാടിയൊക്കെ നടത്തി. വെറൈറ്റി കേട്ടോ നമ്മൾ ബാംഗ്ലൂരിൽ കണ്ടൊരു കാഴ്ച. പക്ഷെ എന്തായാലും നല്ല രീതിക്ക് അടിച്ചു പൊളിച്ചിട്ടാ. ചെങ്കൈക്ക് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ഇൻ വീഡിയോ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക. കാരണം സംഭവം അടിപൊളിയായിട്ട് തന്നെ അടിച്ചു പൊളിച്ചിട്ടാ. ഇവർ പറയുന്ന പോലെയല്ല, നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിരുന്നേ എക്സ്പെക്ടേഷൻസ്. കാരണം ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടി. നമ്മൾ ഉച്ചക്ക് ഭക്ഷണം തേടി ഇറങ്ങിയ ടീമാണ്. നോക്കുമ്പോൾ നമ്മളെ ഭക്ഷണം ലാഭമായി, പൈസ ലാഭമായി. അപ്പം ഇത്രയും മനസ്സിന് നമ്മൾ എന്തായാലും ഒരു ബർത്ത്ഡേ അയാൾക്ക് എന്തായാലും വിഷയമുണ്ട്. സോ പരിപാടി കിടിലാണ്, ഇവിടുത്തെ സ്റ്റൈൽ അടിപൊളിയ. ഇനി ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ട് അല്ലേ മന്ത്രിമാരുടെ ബർത്ത്ഡേ എല്ലാം നടുറോട്ടിൽ നിന്ന്. അപ്പോൾ സംഭവം നമ്മൾ മൂന്നാളും കൂടിയിട്ട് അവിടെ കുറച്ച് പാഠങ്ങൾ പഠിക്കാനാണ് പോകുന്നത്. ഞാൻ പാഠങ്ങൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞു. പക്ഷെ നീ അതിന് മുന്നേ എന്തോ പറഞ്ഞല്ല, എന്തോ വിചാരിച്ച് അതിൻ്റെ തെറ്റാണ്, എൻ്റെ പ്രശ്നമില്ലല്ലോ. ആടെ പാഠം പഠിക്കാനാണ് പോകുന്നത് അല്ല വിഘ്നേശനെ. ഞാൻ പാഠം പഠിക്കാൻ പോകുന്നില്ല പറഞ്ഞേ. അവിടെ ആടെ പാർക്കാണ്, അവിടെ പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഈ ബ്ലോഗ് എടുത്തോ ഒറ്റക്ക് നമ്മളെ വലിച്ചെടുത്താ സോറി ഒറ്റക്കെടുത്തോ ഒറ്റക്കെടുക്ക. അതല്ല നീ ഉണ്ടാവണ്ട, നീ ഉണ്ടാവുമ്പോ ഒരു ഇതുണ്ടാവുക. നീ എന്റെ ഇതാണ് ഒറ്റക്കെടുത്ത് നീ എന്താ ചെയ്യുന്നത്? ഒറ്റക്കെടുക്ക് ശരിക്കും. യെസ് അയാളെ വണ്ടി ഓഫ് ആക്കി ഇന്നലെ ഭർത്താനം നമുക്ക് അടിച്ചു പൊളിക്കാം മൂന്നാൾക്കും. അണ്ണന്റെ ബർത്ത്ഡേ ആയിട്ട് ഫുൾ ബ്ലോക്ക് ആയി പോയി അല്ലേ. പക്ഷെ എന്താ അണ്ണൻ പുണ്യമുള്ളവനാ, നല്ല മനസ്സുള്ളവനാ. ഫ്രീ ഫുഡ് അല്ല എന്തെല്ലാം തന്നല്ലോ. വെയിറ്റിംഗ് ചാർജ് ഒന്നും വരില്ലല്ലോ. എന്ത് അത് ഇല്ല, അങ്ങനൊന്നുമില്ല. ഈ ടെൻഷൻ വേണ്ട. ഗൈസ് നിങ്ങൾക്ക് ഒരു കാഴ്ച കാണാം. ട്രിപ്പിൽ വന്നാലും ഉറക്കം മസ്റ്റാ. നമ്മളെ ബർത്ത്ഡേ പരിപാടി ഫുഡെല്ലാം അടിച്ചോക്കെ, പക്ഷെ രണ്ട് ആണുങ്ങൾ രണ്ട് പിള്ളേർ വീടുന്ന് തൊട്ടപ്പുറത്ത് എന്താ അവസ്ഥ കാണാം. ഇതാ ഉറക്കാന്ന് വെയില് വരെ അടിച്ച് ബിരിയാണി കഴിച്ചത് ആഫ്റ്റർ എഫക്ട്സ് അല്ലേ വിഘ്നേഷ് അല്ലേ? ഹായ് പറയൂ ഗൈസ്. അങ്ങനെ നമ്മൾ ചേർച്ച് സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. സോ 110 എന്നാ നീ കൊടുത്തോ ചെയ്യാം. ഓ ഉബാരി സാർ, ശോഭ മോൾ എങ്ങനെയുണ്ട്? എന്താ എക്സ്പീരിയൻസ്? ദുബായിലെ മോളില്ലേ നമ്മളെ നാട്ടിൽ നീങ്ങത്തെ മോള് കാണാത്തോണ്ട്. ശോഭ മോൾ എങ്ങനെയുണ്ട് പറ? അടിപൊളിയാണ്. നീ നല്ല രീതിയിൽ സംസാരിക്കില്ലേ, പറ കമോൺ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വരുന്നത്. ബാംഗ്ലൂർ വന്നപ്പോൾ ഫസ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത ഒരു മാളും തന്നെ പറയാം നമുക്ക്. ശോഭ മോള് കണ്ടിട്ടൊന്നും സെറ്റപ്പ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസ് എന്തായാലും നിങ്ങൾക്ക് അറിയിക്കാം. സംഭവം നല്ല എന്തായാലും നല്ല രസം കേട്ടോ. ഈ പഞ്ചായത്ത് തൊട്ട് വരുന്നവർക്കൊക്കെ ഇതെല്ലാം വലിയ കാര്യമായിട്ട് തോന്നും. കാരണം ഫസ്റ്റ് ഞാനും അങ്ങനെ വിചാരിച്ചത്, നമ്മളെ പാരഗൺ ഹോട്ടൽ അറിയില്ലേ കോഴിക്കോടുള്ള നാടുണ്ട്. നമ്മളെ ഫേമസ് കോഴിക്കോട് ബിരിയാണി സെർവ് ചെയ്യുന്ന പാരഗൺ ഹോട്ടലും നമ്മളെ ബാംഗ്ലൂരിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് കുറേ സ്ഥലത്ത് ഔട്ട്ലെറ്റ് ഉണ്ട്. സോ ഈ ശോഭ മോള് നമുക്കൊന്ന് ചേർച്ച് സ്ട്രീറ്റിൽ നല്ല കുറച്ചും കൂടി നല്ല അടിപൊളി കാണാനുള്ള സംഭവം സെറ്റപ്പാട്ടാ. നിങ്ങൾ മെയിൻലി ചേർച്ച് സ്ട്രീറ്റിൽ വരികയാണെങ്കിലേ നമ്മൾ മെയിൻ ഉദ്ദേശം തന്നെ ഇവിടെ നല്ല പെമ്പിളറെ കാണാൻ പറ്റും. ഞാൻ ബേസിക്കലി പറയാല, നമുക്ക് വായി നോക്കാൻ പറ്റിയ എല്ലാ പരിപാടിയും ഉണ്ടാവും. കാരണം വന്നാൽ തന്നെ അല്ലേ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. കോഴികളായ നിങ്ങളെ ഫ്രണ്ട്സിനും കൂട്ടിയിട്ട് വന്നാൽ നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്യുക. സമയം ഇങ്ങനെ വാച്ച് നോക്കിയിട്ട് പോകുന്നത് എങ്ങനെയാണെന്നറിയില്ല. അമ്മാതിരി അവസ്ഥയാണ്. ചേർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ഫുൾ ഓഫ് കപ്പിൾസ് ആൻഡ് ഗേൾസ്. സോ ബേസിക്കലി നമ്മളെപ്പോലത്തെ സിംഗിൾസിന് പറ്റിയ സ്ഥലമല്ല. അവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ